ഹായ്, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നമുക്ക് ചെമ്പന്നൂർ പൂവിലെ സച്ചിയുടെയും രേവതിയുടെയും നാളത്തെ നല്ലൊരു കഥ കേൾക്കാം. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് തന്നെ ചാനലിലൂടെ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതാണ്. എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യണേ, കമൻറ്റ് ചെയ്യണേ. അങ്ങനെ നമ്മുടെ സച്ചി നീലിമയെ കാണാൻ വേണ്ടി ഹോട്ടലിലോട്ട് വരികയാണ്. ഹോട്ടലിലോട്ട് വരുന്നത് നീലിമയുടെ ഡ്രൈവറായിരുന്ന സച്ചിയല്ല, സുധിയുടെ ചേട്ടനായ സച്ചിയായിട്ടാണ് ഹോട്ടലിലോട്ട് വരുന്നത്. അവിടെ വരുന്ന നീലിമ സച്ചിയോട് പറയുന്നുണ്ട്, എനിക്കിപ്പോൾ എവിടെയും പോകാനില്ല സച്ചി, തൽക്കാലം എനിക്ക് കാറിൻ്റെ ആവശ്യമില്ലെന്ന് പറയും. ഞാൻ വന്നത് നിന്നെ എവിടെയും കൂട്ടിക്കൊണ്ട് പോകാനല്ലെന്ന് പറഞ്ഞുകൊണ്ട് ദേഷ്യപ്പെട്ട് വീട്ടിനകത്തോട്ടം കയറുകയാണ്. ഉടനെ ചോദിക്കും, നീന്നോ? അതെ. നീ എന്താ കരുതിയത്? നീ ഒളിച്ചിരുന്നാൽ നിന്നെ ഞാൻ കണ്ടുപിടിക്കത്തില്ലെന്നോ? നീ എന്തൊക്കെയാണ് സച്ചി ഈ പറയുന്നത്? ഞാൻ ആരാണെന്ന് കേട്ട് നീ നീ ആരാണെന്ന് എനിക്ക് മനസ്സിലായി. നീ ഒരു കള്ളിയല്ലേന്ന് ചോദിക്കും. കള്ളിയോ? അതെ. നിനക്കൊരു ശ്രുതി അറിയാമെന്ന് ചോദിക്കും. ശ്രുതിയോ? ഏത് ശ്രുതി? ചോദിക്കും. അറിയാമെങ്കിൽ തന്നെ അതിപ്പോൾ സച്ചിയുടെ പറഞ്ഞ കാര്യമുണ്ടോ? നീ 50 ലക്ഷം രൂപ അടിച്ചുകൊണ്ട് പോയ ശ്രുതിയുടെ കയ്യിൽ നിന്നില്ലേ നീ അടിച്ചുകൊണ്ട് പോയത്? ആ ശ്രുതിയുടെ ചേട്ടൻ സച്ചിയാണ് ഞാനെന്ന് പറയും. ഓ എന്നിങ്ങനെ നീലിമ ഇങ്ങനെ നോക്കും. നീ ശ്രുതിയുടെ കയ്യിൽ നിന്ന് മോഷ്ടിച്ചുകൊണ്ട് പോയ 50 ലക്ഷം രൂപ എനിക്ക് തിരിച്ചു വേണം. ആ കാശ് കിട്ടിയിട്ട് ഞാൻ ഇവിടുന്ന് പോത്തോളം എന്ന് പറയും. അപ്പോഴത്തേക്ക് നീലിമ അങ്ങ് ചിരിക്കുകയാണ്. എന്തിനാ നീ ചിരിക്കുന്നേക്കും? സച്ചി, നീ ഒരു മണ്ടനാണ് തോന്നിയെന്ന് പറയും. നീ എന്താ പറഞ്ഞത്? നിൻ്റെ ചേട്ടൻ്റെ കയ്യിൽ നിന്ന് ഞാൻ മോഷ്ടിച്ചുകൊണ്ട് പോകുമെന്ന് പറഞ്ഞ 50 ലക്ഷം രൂപ പലിശ ഉൾപ്പെടെ 55 ലക്ഷം രൂപ ഞാനും അവനും അവൻ്റെ ഭാര്യയ്ക്കും പോലീസ് സ്റ്റേഷനിൽ വെച്ച് കൈമാറിയാന്ന് പറയും. ഒന്ന് ചോദിക്കും, നീ 55 ലക്ഷം രൂപ കൈമാറുന്നത്? അതെ. 50 ലക്ഷം രൂപ കൊടുത്താൽ മതി എന്ന് പറഞ്ഞപ്പോൾ അവൻ്റെ ഭാര്യ ശ്രുതി ഉണ്ടല്ലോ, അവൾക്ക് അത്രയും നാളും ഞാൻ കൊടുത്ത പലിശ 5 മാസത്തെ പലിശയും കൂടി വേണമെന്ന് പറഞ്ഞുകൊണ്ട് 55 ലക്ഷം രൂപ അവളാണ് എൻ്റെ കയ്യിൽ നിന്ന് നിർബന്ധപൂർവ്വം മേടിച്ചത്. അവളുടെ പാർലറിൽ നീയാണ് എന്നെ കൊണ്ടുവിട്ടത്. അതിനുശേഷം എന്നെ തിരിച്ചറിഞ്ഞ അവൾ ആ പാർലറിൽ എന്നെ ബ്ലോക്ക് ചെയ്യും. അവിടുന്ന് ശ്രുതിയെ വിളിച്ചു വരുത്തി പോലീസുകാരെ കൊണ്ട് എന്നെ സ്റ്റേഷനിൽ കൊണ്ടുവരികയും അവിടെ വെച്ച് പൈസ മുഴുവൻ കൊടുത്താലേ എനിക്ക് പുറത്തോട്ട് പോകാൻ പറ്റാത്ത രീതിയിൽ അവൾ ബ്ലോക്ക് ചെയ്യുമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ പൈസ കൊടുത്തത്. ശ്രുതിയെക്കാട്ടിലും കുഴിഞ്ഞ ബുദ്ധി ശ്രുതിയുടേതാണ്. അവളാണ് ഇതിനെല്ലാം ആണിക്കാലെന്ന് പറയും. ഇത് കേൾക്കുമ്പോൾ ചോദിക്കും, സത്യമാണോ നീലിമയി പറഞ്ഞത്? നീ പൈസ കൊടുത്തുള്ളത്? അതെ. അതിനുള്ള എല്ലാ തെളിവുകളും എൻ്റെ ഉണ്ടെന്ന് പറയും. ഞാൻ കൊടുത്ത ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ്, പോലീസ് സ്റ്റേഷനിൽ വെച്ച് എഴുതി കൊടുത്ത പേപ്പറുകൾ എല്ലാം എൻ്റെ കയ്യിലുണ്ടെന്ന് പറയും. എങ്കിൽ നീ എൻ്റെ കൂടെ എൻ്റെ വീട്ടിൽ വരണം. വീട്ടിൽ വന്ന് നീ സത്യം വീട്ടിലുള്ള അച്ഛനോടും അമ്മയോടും പറയണമെന്ന് പറയും. ശരി, ഞാൻ വരാമെന്ന് പറയും. ശ്രുതിയോട് ഒരു ദേഷ്യം നീലിമയ്ക്കുണ്ട്. അങ്ങനെ തെളിവുകളുമായിട്ട് നീലിമ നേരെ സച്ചിയുടെ വീട്ടിലോട്ട് വരികയാണ്. സച്ചിയുടെ വീട്ടിലോട്ട് വരുന്ന സമയത്ത് സച്ചി അവിടെ വെച്ച് രവീന്ദ്രനോടും ചന്ദ്രമതിനും പറയുന്നുണ്ട്, നീലിമ എന്ന പെൺകുട്ടി ഇവൻ്റെ കയ്യിൽ നിന്ന് തട്ടിയെടുത്ത 50 ലക്ഷം രൂപ പലിശ ഉൾപ്പെടെ ഇവനും ശ്രുതിക്കും തിരിച്ചു കൊടുത്തിട്ടുണ്ട്. ആ കാര്യം ഇവർ വീട്ടിൽ പറഞ്ഞിട്ടില്ലെന്ന് പറയും. ഉടനെ ശ്രുതിയും ശക്തമായിട്ട് പ്രതിരോധിക്കും. ഇല്ല, അവൾ ഞങ്ങൾക്ക് കാശ് തന്നിട്ടില്ലെന്ന് പറയും. ഇവർ കള്ളമാണ് പറയുന്നതെന്ന് പറയും. ഉടനെ രവീന്ദ്രയ്ക്ക്, സത്യമാണോ ശ്രുതി? നിനക്ക് 55 ലക്ഷം രൂപ ആ പെൺകുട്ടി തിരിച്ചെന്ന് പറയും. ഇല്ല അച്ഛാ, ഇവൻ എന്തൊക്കെ മദ്യപിച്ചിട്ടൊന്നും പറയുകയാണ്. അങ്ങനൊരു സംഭവം പോലും ഉണ്ടായിട്ടില്ല. ഞാൻ അവളെ കണ്ടിട്ടേ ഇല്ലെന്ന് പറയും. ഉടനെ ശ്രുതി ചോദിക്കും, നീ വാ കൊണ്ട് പറയുന്നില്ലേ, ഇതിനൊന്നും ഒരു തെളിവില്ലെന്ന് ചോദിക്കും. ഉണ്ട്, ജീവനുള്ള തെളിവ് തന്നെ ഞാൻ നിനക്ക് കാണിച്ചു തരാമെന്ന് പറയും. അങ്ങനെ നീലിമയെന്ന് വിളിക്കുമ്പോഴത്തേക്ക് നീലിമ അകത്തോട്ട് കയറി വരികയാണ്. നീലിമയെ കാണുന്ന ശ്രുതി അങ്ങ് ഷോക്കായി നിൽക്കുകയാണ്. ഉടനെ ഇതാണ് നീലിമയെന്ന് പറയും. ഉടനെ നീലിമ പറയും, രവീന്ദ്രനോട് തന്നെ പറയും, അങ്കിളെ, എൻ്റെ പേരാണ് നീലിമ, ഞാനും ശ്രുതിയും തമ്മിൽ ലിവിങ് ടുഗദർ ആയിരുന്നു. ഇതൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ ചന്ദ്രമതിക്ക് നല്ല ദേഷ്യം വരും. ചന്ദ്ര ചാടിയും കൊണ്ട് എഴുന്നേറ്റിട്ട് ചോദിക്കും, നീയാണോടി എൻ്റെ മകൻ്റെ കയ്യിൽ നിന്ന് 50 ലക്ഷം രൂപ മൂട്ടിച്ചുകൊണ്ട് പോയെന്ന് പറയും. എന്നിട്ട് നീ കാനഡയ്ക്ക് പോയി ഇല്ലേടി? എൻ്റെ മോനൊരു പാവമാണ്ടല്ലേടി നീ അവനെ പറ്റിച്ചുകൊണ്ട് പോയത്? ഉടനെ നീലിയും പറയും, ആൻറ്റി, നിങ്ങളുടെ മോൻ മണ്ടനെന്നല്ല പറയേണ്ടത്, മരമണ്ടനാന്ന് പറയും. എന്താടി പറഞ്ഞത്? ഉടനെ ചോദിക്കും, എന്തിനാ മോളെ നീ അങ്ങനെയൊക്കെ ചെയ്തതെന്ന് ചോദിക്കും. നിന്നെ അവൻ സ്നേഹിച്ചില്ല, അതിനാണോ നീ അവൻ്റെ കയ്യിൽ നിന്ന് ഇത്രയും പൈസ തട്ടിയെടുത്തത്? ആ കാശ് ഞാൻ മോട്ടിച്ചതും പിടിച്ചു പറിച്ചൊന്നുമല്ല. എൻ്റെ ഇത്രയും കാലത്തെ സർവീസിന് എനിക്ക് റിട്ടയർ ചെയ്തപ്പോൾ കിട്ടിയ കാശ്. എനിക്ക് എന്തെല്ലാം പ്രതീക്ഷ ഉണ്ടായെന്നറിയാം. എൻ്റെ 3 മക്കൾക്കും കൂടി കൊടുക്കേണ്ട ഒരു കാശാണത്. അതാണ് ഞാൻ അവന് മാത്രമായിട്ട് കൊടുത്തത്. എന്നിട്ടാണ് അവൻ ഇങ്ങനെ ചെയ്തതെന്നൊക്കെ പറയും. ഉടനെ പറയും, അങ്കിളെ, ഞാൻ ചെയ്ത തെറ്റ് തന്നെ. അങ്കിളിൻ്റെ പണമെന്നുള്ള കാര്യം എനിക്കറിയത്തില്ലായിരുന്നു. ശ്രുതി അതെന്നെ കൊണ്ട് ഒപ്പിച്ച സമയത്ത് ഞാൻ അങ്കിളിനോട് മാപ്പ് പറയുന്നു. പക്ഷേ ഞാൻ കഴിഞ്ഞ തവണ നാട്ടിൽ വന്ന സമയത്ത് 50 ലക്ഷം രൂപയും പലിശ ഉൾപ്പെടെ 55 ലക്ഷം രൂപ ശ്രുതിക്കും ചേർന്ന് കൊടുത്തതെന്ന് പറയും. ഉടനെ ശ്രുതി എല്ലാവരും ഇങ്ങനെ നോക്കുകയാണ്. അതുവരെ ശ്രുതി മാത്രമായിരുന്നു പോയിന്റിൽ നിന്നിരുന്നത്. ഉടനെ പറയും, ശ്രുതിക്കും അതെ, ഞാനിവളുടെ പാർലറിൽ പോയിരുന്നു. അവിടെ വെച്ച് എന്നെ തിരിച്ചറിഞ്ഞ അവൾ എന്നെ അവിടെ ബ്ലോക്ക് ചെയ്യുകയും ശ്രുതിയെ വിളിച്ചു വരുത്തി സ്റ്റേഷനിൽ ഹാജരാക്കുകയും ചെയ്തു. അതിനുശേഷം എൻ്റെ കയ്യിൽ നിന്ന് അവൾക്ക് പലിശ ഉൾപ്പെടെ 5 ലക്ഷം രൂപ കൂടി വേണമെന്ന് ഇവളാണ് പറഞ്ഞതെന്ന് പറയും. ഉടനെ ചന്ദ്രമതി സൂക്ഷിച്ചു നോക്കുകയാണ്. ഉടനെ അപ്പോഴത്തേക്ക് നമ്മുടെ സച്ചി വന്നിട്ട് പറയും, നീലിമ, നീ ചെയ്തതൊരു വലിയ തെറ്റാണ്. പക്ഷേ ആ തെറ്റിന് നീ ഇന്ന് പ്രായശ്ചിത്തം ചെയ്യാൻ തയ്യാറായി. നീ പൈസ തിരിച്ചു കൊടുത്താലും ഞങ്ങൾ അറിഞ്ഞില്ല. എന്തായാലും നീ ഈ ഇത്രയും ഇവിടെ വന്ന് പറയാൻ കാണിച്ചതിൻ്റെ മനസ്സിന് നന്ദിയുണ്ടെന്ന് പറയും. ഉടനെ രവീന്ദ്രനോട് നീലിമ പറയും, അങ്കിളെ, ഇവൻ
ഒരുപാട് പഠിച്ചിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ, ഇവന് ഒട്ടും ബുദ്ധിയില്ല. പക്ഷേ സച്ചി അങ്ങനെയല്ല, ഇവന് നല്ലൊരു മനസ്സുണ്ട്. സച്ചി വന്ന് എൻ്റെ അടുത്ത് പറഞ്ഞതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇവിടെ വന്ന് ഈ കാര്യങ്ങളെല്ലാം തുറന്നു പറയാനുള്ളൊരു മനസ്സ് കാണിച്ചതെന്ന് പറയും. ശരി, ഞാൻ പോവാമെന്ന് പറഞ്ഞുകൊണ്ട് അങ്ങ് പോവുകയാണ്. ആ സമയത്ത് തന്നെ നീലിമ ഇവർക്ക് പൈസ കൊടുത്തിട്ടുണ്ടെന്നുള്ള തെളിവുകളെല്ലാം വീട്ടിൽ കാണിക്കുകയാണ്. വീട്ടിൽ കാണിക്കുന്ന സമയത്ത് അതിനെല്ലാം ശക്തമായിട്ട് സ്തുതിയും ചെയ്ത് എതിർക്കും. ആ സമയത്ത് വർഷയും ശ്രീകാന്തും ചേർന്നാണ് ആ സ്റ്റേറ്റ്മെൻ്റ് എല്ലാം നോക്കുന്നത്. ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റും സ്റ്റേഷനിൽ കൊടുത്ത പേപ്പറുകളും എല്ലാം നോക്കും. അപ്പോഴും വർഷയും ശ്രീകാന്ത് പറയും, ശരിയാണ്, 55 ലക്ഷം രൂപ സ്തുതിയേട്ടൻ്റെ അക്കൗണ്ടിലോട്ട് നീലിമ ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ടെന്ന് പറയും. അങ്ങനെ നീലിമ അങ്ങ് തിരിച്ചു പോവുകയാണ്. തിരിച്ചു പോയതിന് ശേഷം ചന്ദ്രമതി നേരെ തിരിയുകയാണ്. സ്തുതിയുടെ പറയും, എടാ നിനക്ക് എങ്ങനെ തോന്നിയുടെ എന്നോട് ഈ ചതി ചെയ്യാനായിട്ട്? നിനക്ക് വേണ്ടി എന്നും ഞാൻ വാദിച്ചിട്ടേ ഉള്ളൂ. നീയാണോ എന്നോട് ഇങ്ങനെ ചെയ്തതെന്ന് വെച്ച് ശ്രുതി അങ്ങ് തല്ലും. പറയടാ, നീ എന്തിനു വേണ്ടി ഇങ്ങനെയൊക്കെ ചെയ്തതെന്ന് പറഞ്ഞ് അങ്ങ് തല്ലും. അത് അമ്മയോട് ക്ഷമിക്കമ്മേ, ശ്രുതി പറഞ്ഞിട്ടാണ് ഞാൻ ആരുടെതും പറഞ്ഞെന്ന് നോക്കും. ഉടനെ ചന്ദ്രിക ദേഷ്യം വരും. നേരെ ശ്രുതിയുടെ തൊട്ടാണ് ആ ദേഷ്യം അത്രയും തീർക്കുന്നത്. അപ്പോഴത്തേക്ക് ശ്രുതിയുടെ അടുത്തോട്ട് ഇങ്ങനെ ദേഷിച്ച് വരികയാണ്. ഉടനെ നമ്മുടെ സച്ചി പറയവേ, നിങ്ങളൊക്കെ എന്തോ കരുതിയത്? ഇവളുടെ അച്ഛൻ 50 ലക്ഷം രൂപ മലേഷ്യയിൽ നിന്ന് അയച്ചു കൊടുത്തതിന് ശേഷമാണ് ഇവർ രണ്ടുപേരും ചേർന്ന് ചന്ദ്രമതി ഹോം അപ്ലയൻസസ് തുടങ്ങിയത്. എൻ്റെ അച്ഛന് റിട്ടയർ ചെയ്തപ്പോൾ കിട്ടിയ തുക കൊണ്ടാണ് ഇവനും കൂടി ചേർന്ന് അവിടെ ഒരു ഷോപ്പ് ഇട്ടേക്കുന്നതെന്ന് പറയും. ഉടനെ ശ്രുതിയുടെ അടുത്തോട്ട് വരും, സത്യം പറയടി, എൻ്റെ ഭർത്താവിന് റിട്ടയർ ചെയ്തപ്പോൾ കിട്ടിയ കാശുകൊണ്ടാണോ നീ ഷോപ്പ് തുടങ്ങിയെന്ന് നോക്കും. ഉടനെ ശ്രുതി പറയും, അതേന്ന് പറയും. ഒറ്റ അടിയും കൊടുക്കും ചന്ദ്രമതി ശ്രുതിക്ക്. അപ്പോഴത്തേക്കും എന്നിട്ട് നിൻ്റെ അച്ഛൻ മലേഷ്യയിൽ നിന്ന് അയച്ചെന്ന കാശാന്ന് പറഞ്ഞ് നീ ഇവിടെ കിടന്ന് എന്തൊരു വിലസ എന്നിട്ടാണ് നീ എന്നെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ഓരോരോ സാധനങ്ങൾ വാങ്ങിച്ചുകൊണ്ട് തന്നത്. എന്തിനു വേണ്ടിയാണ് നീ ഇങ്ങനെയൊക്കെ ചെയ്തതെന്ന് പറഞ്ഞുകൊണ്ട് ശ്രുതി അങ്ങ് തലങ്ങും വിലം കൂട്ടങ്ങ് തല്ലും. അപ്പോഴത്തേക്ക് രേവതിയും വർഷയൊക്കെ അത് കണ്ടുകൊണ്ട് നിൽക്കുകയാണ്. സത്യം പറയടി, എന്തിനു വേണ്ടിയാണ് നീ ഇങ്ങനെയൊക്കെ ചെയ്തത്? നിന്നെയാണോടി ഞാൻ തലയെ കയറ്റി കൊണ്ട് നടന്നത്? എല്ലാവരെക്കാട്ടും കൂടുതൽ ഞാൻ നിന്നെ സ്നേഹിച്ചത്. എൻ്റെ ശ്രുതി കഴിഞ്ഞാൽ 2ാം സ്ഥാനത്ത് ഞാൻ നിന്നെ കൊണ്ടു നടന്നത്. ഞാൻ കൂട്ടിക്കൊണ്ടുവന്ന മരുമോളെന്ന് പറഞ്ഞ് എല്ലാവരുടെ മുമ്പിലും വിടുക പറഞ്ഞുകൊണ്ട് നടന്ന് എന്നെ തന്നെ നീ ചതിച്ചല്ലോടി എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങ് നീ ഇങ്ങനെ എടുത്തി ആയിരുന്നല്ലോ ഈശ്വര, ഞാൻ തലയെ കയറ്റി വെച്ചെന്ന് പറഞ്ഞങ്ങ് അടിക്കും. അച്ഛയ്ക്ക് അയ്യോ ആൻറ്റി എന്നെ തല്ലല്ലേ എന്നൊക്കെ ശ്രുതി പറയുന്നുണ്ട്. പക്ഷേ ശ്രുതി ഒന്നും പറയത്തില്ല. ശ്രുതി ഇങ്ങനെ മിണ്ടാതിരിക്കുകയാണ്. അപ്പോഴത്തേക്ക് ശ്രുതി പറയും, അത് ആൻറ്റി ഞാൻ ഇതെല്ലാം ചെയ്തത് ശ്രുതിക്ക് വേണ്ടിയാന്ന് പറയും. ശ്രുതിക്ക് വേണ്ടിയാണ് ആൻറ്റി, ആ ശ്രുതിക്ക് വിദ്യാഭ്യാസം ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ, പക്ഷേ ശ്രുതിക്ക് ഒട്ടും ബുദ്ധിയില്ല. എന്താണ് നീ പറഞ്ഞത്? എൻ്റെ മോന് ബുദ്ധിയില്ലെന്ന്. ആൻറ്റി, എന്നെ വിവാഹം കഴിച്ച് കൊണ്ടുവരുന്നതിന് ശേഷം ശ്രുതി ഒരു ജോലിക്കും പോത്തില്ലായിരുന്നു. എവിടെ ജോലിക്ക് പോയാലും 2 ദിവസം പോവും, പിന്നെ പോത്തില്ല. പിന്നെ ബീച്ചിൽ കിടന്ന് ഉറങ്ങും. അങ്ങനെയൊക്കെ ആയിരുന്നു. ബീച്ചിലും പാർക്കിലും ഒക്കെ ആയിട്ട് കിടന്ന് ഉറക്കമൊക്കെ ആയിരുന്നു. പിന്നെ എവിടെയെങ്കിലും ജോലിക്കാൻ പറഞ്ഞാൽ ശ്രുതി പോത്തില്ല. ഞാൻ ഒത്തിരി സ്ഥലത്ത് ജോലിക്ക് വേണ്ടി ശ്രമിച്ചു, പക്ഷേ ശ്രുതി ഇൻ്റർവ്യൂവിന് പോലും പോത്തില്ലായിരുന്നു. പിന്നെ ഒരു തവണ കാനഡയിൽ നിന്നൊരു അവസരം വന്ന സമയത്ത് അന്ന് കാശില്ലാഞ്ഞ കാരണം അത് നഷ്ടപ്പെട്ടു. ശ്രുതിക്ക് എങ്ങനെയെങ്കിലും ഒരു മുതലാളിയായാൽ മതിയെന്നായിരുന്നു ആഗ്രഹം. അതുകൊണ്ടാണ് ആ കാശ് കിട്ടിയ സമയത്ത് ഒരു ഷോപ്പിട്ട് കൊടുക്കാമെന്ന് ഞങ്ങൾ പ്ലാൻ ചെയ്തതെന്ന് പറയും. ആ കാശ് നിൻ്റെ അച്ഛൻ നിനക്ക് അയച്ചു തന്ന കാശല്ല. നീ അവൻ്റെ കൂടെ ചേർന്ന് നിനക്ക് ഇഷ്ടമുള്ള രീതി ഓരോന്ന് തുടങ്ങാൻ. എൻ്റെ ഭർത്താവ് ഇത്രയും നാൾ ജോലി ചെയ്തതിന് അദ്ദേഹത്തിന് കിട്ടിയ തുകയാണത്. ആ തുക ഞങ്ങളെ ഏൽപ്പിക്കാതെ നീ നിൻ്റെ ഇഷ്ടത്തിനാണോ ഇവിടെ വിനിയോഗിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് അങ്ങ് തല്ലും. അത് കാണുമ്പോൾ രവീന്ദ്രൻ അങ്ങ് വിഷമം. രവീന്ദ്രൻ പറയും, മതി ചന്ദ്രയെ, ഒന്ന് നിർത്തുമെന്ന് പറയും. നിർത്താനോ? ആരും എന്നെ തടസ്സം പിടിക്കണ്ട, ഇവിടെ ഞാൻ വെച്ചേക്കത്തില്ല. ഇങ്ങോട്ടോട് തിരിച്ചും വലിച്ചും കിട്ടാൻ അടിക്കുകയാണ്. അങ്ങനെ രവീന്ദ്രൻ പറയും, മതി, കഴിഞ്ഞതെല്ലാം കഴിഞ്ഞ്, ഇനി ആരെയും തല്ലി ഒന്നും വേണ്ടെന്ന് പറയും. അങ്ങനെ ചന്ദ്രമതി ദേഷിച്ചാണെന്നുണ്ടെങ്കിൽ ശ്രുതി ഇങ്ങനെ നോക്കുകയാണ്. അവിടംവരെയാണ് നമ്മുടെ നാളത്തെ കഥ അവസാനിക്കുന്നത്. ഇനി സത്യമെല്ലാം മനസ്സിലാക്കിയതിന് ശേഷം ശ്രുതിയും ആ വീട്ടിൽ നിന്ന് പുറത്താക്കുമോ, അതോ ഇനി രവീന്ദ്രന് റിട്ടയർ ആയപ്പോൾ കിട്ടിയ 50 ലക്ഷം രൂപ കൊണ്ടാണ് ഷോപ്പ് തുടങ്ങുന്നത്. ചിലപ്പോൾ ഇനി ഒരു പക്ഷേ രവീന്ദ്രൻ മുതലാളിയും ശ്രുതി തൊഴിലാളിയാവും. അപ്പോൾ അതിൻ്റെയൊക്കെയുള്ള വരും വിശേഷങ്ങളാണ് നമ്മൾ ഇനിയുള്ള ദിവസം കാണാൻ പോകുന്നത്. അപ്പോൾ അതിനെ നമുക്ക് കാത്തിരിക്കാം. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. എല്ലാവർക്കും ഒരു നല്ല ദിവസം നേരുന്നു. നന്ദി.